അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ് എവ്രി വൺ. പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയാണ് റിയൽ ലൈഫ്. സ്കൂള് തുറന്നു, സമ്മർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആകെ മൊത്തം തിരക്കായിട്ട് മൊത്തത്തിലൊന്ന് മെസ്സിയായിട്ട് കിടക്കുകയാണ്. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് ഡേയ്സത്തെ ചില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് ടു റൂട്ടീൻ. ഈ വ്ളോഗ് ഹോം മേക്കിങ്ങിലേക്കുള്ള ഒരു സോഫ്റ്റ് റിട്ടേൺ ആണ്. ഓർഗനൈസിങ് വാർഡ്രോബ്, കെയറിങ് ഫോർ പ്ലാൻസ്, പിന്നെ എംബ്രേസിങ് സിമ്പിൾ റൂട്ടീൻസ് ദാറ്റ് ഫീൽ ലൈക്ക് ഹോം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. നോമ്പ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ബിസിയായിരുന്നു. പിന്നെ ഈദ് ഹോളിഡേയ്സ് ആയി, അതിൻ്റെ തിരക്കായി, എല്ലാം കഴിഞ്ഞ് ഇന്ന് ഹോം സ്റ്റില്ലായ പോലെ ഉണ്ട്. റമദാൻ്റെയും ഈദിൻ്റെയൊക്കെ ബിസി ഡേയ്സിൽ മിസ് ചെയ്ത കൈൻഡ് ഓഫ് സ്റ്റിൽനെസ്. എല്ലാം വീണ്ടും കാമായി. ആസ് ഓൾവേസ് ഒരു ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് കെയർസൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റീസെറ്റ് ബട്ടനാണ് ശരിക്കും എനിക്ക് ചായ കുടിക്കുക എന്നുള്ളത്. കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയാണ്. തലേ ദിവസത്തെ ഫിഷ് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ തോന്നും. ഉപ്പുമാവും ഫിഷ് കറിയും എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് പെട്ടെന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ കഴിച്ചു. നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വീക്സ് ആയിട്ട് മോന് വീട്ടിൽ തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഹോം ഒന്ന് ക്വയറ്റായ പോലെ ഉണ്ട്. ഈ ഈദ് ലൈറ്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് റൂമിനെ തിരിച്ച് അതിൻ്റെ എവ്രിഡേ ഗ്ലോയിലേക്ക് കൊണ്ടുവരാൻ ടൈമായി. ആൻഡ് ദാറ്റ്സ് ദ ലാസ്റ്റ് ഓഫ് ഇറ്റ്. ഒഫീഷ്യലി റമദാൻ വൈബ്സ് പാക്ക് ചെയ്ത് ഓൾറെഡി ഭയങ്കര ഒരു ക്വയറ്റ് ഫീലാണ്. ഇപ്പം മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെത്തി. അതുകൊണ്ട് തന്നെ ടൈമും കൂടി. മുന്നേ 10:30 വരെ ആയിരുന്നു, ഇപ്പോൾ 12:30 വരെയാണ്. ശരിക്കും ഞാൻ 12:30 വരെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ലാസ്റ്റ് ഇയറൊക്കെ. ഞാൻ വിചാരിച്ചു കുറച്ച് കിട്ടുന്ന എക്സ്ട്രാ ടൈം പൊളിക്കാമെന്ന്. ബട്ട് ഓണസ്റ്റ്ലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ശരിക്കും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞാൻ വാർഡ്രോബൊക്കെ ഒന്ന് ഫുള്ള് മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ കാർഡ്ബോർഡ് ബോക്സ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും DIY ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. വെച്ച് അതിൻ്റെ സ്ഥലം പോകാമെന്നല്ലാതെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, വാർഡ്രോബൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ട് പെർഫെക്റ്റ് ബട്ട് ഇറ്റ് ഡസ് ദ ജോബ്. കബോർഡൊക്കെ ക്വിക്കായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് എല്ലാം തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ വാർഡ്രോബൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നിന്നാൽ ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നോക്കി കുറേ ടൈം പോവും. ഒരു ഡേ ഫുള്ള് പോവും ചില സമയത്ത്. ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ശരിക്കും മടുക്കും. ഈ പ്രാവശ്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാണ്. എത്ര ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. ചില ഡേയ്സ് ഹോം മേക്കിംഗ് ഒരു ലൂപ്പായിട്ട് ഫീൽ ചെയ്യും. ക്ലീൻ, കുക്ക്, റിപ്പീറ്റ്. ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങൾ എത്ര സിംപ്ലിഫൈ ചെയ്യുന്നോ അത്രയും ടയറിങ് ഫീല് കുറയും. സിമ്പിളായിട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും എനർജി സേവിങ് ആണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്കൂൾ പിക്കപ്പ് ടൈം ആവും. പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ക്വിക്കായിട്ടൊരു ബേസിക് സ്കിൻ കെയറും ചെയ്യും. ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഹെയർ സിറം ആൻഡ് ലിപ് ബാം. പിന്നെ പോകുമ്പം ആസ് യൂഷ്വൽ ക്യാപ്പും മാസ്കും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പോകാറുള്ളത്. നമ്മൾ ചില ടൈമിൽ നല്ല ക്വയറ്റായിട്ടുള്ള ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഫൈനലി അങ്ങനെ ടൈം കിട്ടുമ്പോൾ ഭയങ്കര ക്വയറ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അല്ലെങ്കിൽ മെല്ലെ ഇരുന്നിട്ട് ഒരു ചായ സിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാവും. പിക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം തിരിച്ച് വരുമ്പോഴത്തേക്ക് എനർജി ഷിഫ്റ്റ് ആവുന്നു. കുറച്ചുകൂടെ ലൗഡറാവും, മെസ്സിയറാവും, ശരിക്കും പറഞ്ഞാൽ മോർ അലൈവ് ആവും. ക്വയറ്റ് ടൈമിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പാട്ട് അതാണ്. സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം 1 o'clock ഒക്കെ ആവും. ലഞ്ച് ടൈമൊക്കെ ആവും. ബട്ട് അപ്പം ഞാൻ വേറെ എന്തെങ്കിലും സ്നാക്സോ ഫ്രൂട്ട്സോ ഒക്കെ കൊടുത്തിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇന്നത്തെ ലഞ്ച് സിമ്പിളാണ്. ബട്ട് ഓണസ്റ്റ്ലി എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം കൂടെ ഉണ്ട്. സാധാരണ എനിക്ക് ചോറ് അത്ര നിർബന്ധമൊന്നുമില്ല. മോൻക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കാറുള്ളത്. ഞാൻ കുറച്ച് കഴിക്കും. അതിൻ്റെ കൂടെ കുറേ ഉപ്പേരിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ നല്ല വെയിറ്റിങ്ങിലാണ്, കാരണം എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഉള്ളതുകൊണ്ട്. ഇന്ന് സിമ്പിളായിട്ടൊരു ഫിഷ് കറിയും ചോറും, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫിഷിൻ്റെ മുട്ട കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ തോന്നിയില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഉമ്മ ഇവിടെ ഉള്ള ടൈമിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ നോമ്പിൻ്റെ ടൈമിൽ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ സുഹൂറിനൊക്കെ പോയിട്ടുണ്ട്. ചില ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ ഇത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടപ്പം വേറെ ഒന്നും നോക്കിയില്ല. ആകെ ഉള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രഷ് ആയിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവരോട്, ഫ്രഷ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കഴിക്കാൻ പറയാം.
ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. ബട്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പണി പോലെയും വേറൊരു പണി, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും കുറച്ചൊക്കെ അങ്ങനെ തന്നെ ആണ് കേട്ടോ. പക്ഷെ ചില ഡേയ്സിൽ എനിക്ക് ചെറിയൊരു സെൽഫ് കെയർ ആയിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി എനിക്ക് ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. നമ്മൾ എവറി ഡേ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ചോറ്, കറി, ഉപ്പേരി അങ്ങനെ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് വരുന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പം എനിക്ക് കുക്കിംഗ് കുറച്ച് ബോറിങ് തന്നെയാണ്. ഫിഷ് കറി എന്തെങ്കിലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഉണ്ടാക്കി കുറേ ടൈം കഴിഞ്ഞിട്ടാണ് എനിക്കിഷ്ടം. അപ്പോഴാണ് അത് കുറച്ചും കൂടി ടേസ്റ്റിയർ ആവുക. ഉണ്ടാക്കിയ ഉടനെ തന്നെ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ബാക്കി വന്ന പരിപ്പറിയും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചോറുന്നത്. പരിപ്പറിയും ഉണ്ട്, പിന്നെ മീൻ മുട്ടയുണ്ട്. ഒരു ഉപ്പേരിയും കൂടി ആക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് സത്യം പറയുമല്ലോ, എനിക്കിത് കിട്ടിയപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തിന്നണം എന്നായി. നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തൊക്കെ ആയാലും അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്മെല്ല് അത് പോകാൻ കുറച്ച് പണി തന്നെയാണ്. ഓവർ ടൈം ഞാൻ റിയലൈസ് ചെയ്തത് ഒരു വീട് വലിയ ചേഞ്ചസ് കൊണ്ടൊന്നുമല്ല ഉണ്ടാവുന്നത്, ചെറിയ ഓർഡിനറി മൂമെൻറ്റ്സ് കൊണ്ടാണ്. എത്ര പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ എന്നല്ല, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റമദാൻ കുക്കിംഗ് ഡേയ്സിലേക്ക് റിവൈൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഒരു സബ്സ്ക്രൈബർ കുക്കിംഗ് റേഞ്ചിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കോമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ. നോമ്പിനെടുത്ത് വെച്ച വീഡിയോ ആണ്, അന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഞാനും ഈ അവൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ടോട്ടൽ 6 നോബ്സ് ആണുള്ളത്. അതിൽ ഈ 2 നോബ്സാണ് അവന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് ടൈമർ സെറ്റാക്കാനും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേയും ഞാനൊരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യും. പിന്നെ ഈ ടൈമർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്, ഇലക്ട്രിക് അവൻ പോലെയൊന്നും ഓട്ടോ ഓഫ് അല്ല, ജസ്റ്റ് നമുക്കൊരു റിമൈൻഡർ തരും, അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം. ചില അവളിൽ ടോപ്പിലും ബോട്ടമിലൊക്കെ ബേണർ ഉണ്ടാവാറുണ്ട്. എൻ്റെ കയ്യിൽ ബോട്ടമിൽ മാത്രമേ ഉള്ളൂ, ടോപ്പിലില്ല. അതുകൊണ്ട് തന്നെ ചില ഐറ്റംസ് ഒക്കെ ഫ്ലിപ്പ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കട്ടോ, ടൈമർ വെച്ചതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുക്കായൊന്ന് ഞാൻ തുറന്നു നോക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും. ഈവനിങ്ങിൽ പാർക്കിൽ പോയാൽ ഇപ്പോൾ ഒരു ഡെയിലി റിച്വലായിട്ട് മാറിയിട്ടുണ്ട്. ഡെയിലി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഡിന്നറിൻ്റെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് നല്ലോണം നീഡ് ചെയ്ത് വെച്ചിട്ടാണ് പോവുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നല്ലോണം കുറേ നേരം നിന്ന് സോഫ്റ്റ് ഡോ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് റഫ്ലി ഒന്ന് നീഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ടാവും. എനർജിയും സേവ് ചെയ്യാം, ടൈമും സേവ് ചെയ്യാം. പിന്നെ തിരിച്ച് വന്നിട്ട് ആക്കാനുള്ള മടിയും ഉണ്ടാവില്ല. ആദ്യമൊക്കെ മോനിക്ക് വേണ്ടിയിട്ടായിരുന്നു പാർക്കിൽ പോകാറുള്ളത്. ഇപ്പോൾ എനിക്കും അതൊരു ലൈഫ് സേവറാണ്. ഫ്രഷ് എയറും ഓപ്പൺ സ്പേസും കുറേ നേരം വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് രണ്ടാൾക്കും എക്സാക്ട്ലി വേണ്ടത് അതാണ്. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡും ജോയിൻ ചെയ്യും. ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് മെയിൻ പണി എന്ന് പറഞ്ഞാൽ റോളർ സ്കേറ്റിംഗ് പഠിപ്പിക്കലാണ്. ഫസ്റ്റ് ഡേ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഡേ 4 ആയപ്പോഴത്തേക്ക് കുറേ ഇമ്പ്രൂവ് ആയി. അതൊരു റിമൈൻഡറാണ്. സ്മോൾ കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് പേസ് ഓഫ്. അവൻ പുതിയ എന്തെങ്കിലുമൊക്കെ ടാക്കിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ്സാണ്. കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ മാൻഡേറ്ററി ടീ ബ്രേക്കും കിട്ടും. അത് കഴിഞ്ഞൊരു ക്യുക്ക് വാക്ക്. എവറി ഡേ റിച്വലാണിപ്പോൾ. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ. പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങും. ഫസ്റ്റ് ചപ്പാത്തി ആകുമ്പോഴത്തേക്ക് തന്നെ മോനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അവൻ ഉറക്കിയിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത്. മോസ്റ്റ്ലി 8 o'clock മുന്നേ തന്നെ നമ്മളും കഴിക്കാറുണ്ട്. കറിയൊക്കെ ഓൾറെഡി ഉച്ചക്കത്തെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. ഇനി ഇല്ലെങ്കിൽ അതും ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നത്തേക്ക് വെക്കാറില്ല. ടു ബി ഓണസ്റ്റ്, എനിക്ക് കുറേ നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് എല്ലാം ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനാണ്. ഇടയിൽ വെച്ചിട്ട് ബ്രേക്കൊന്നും എടുക്കലില്ല. ബിക്കോസ് ഇരുന്നാൽ ഞാൻ അവിടെ ഇരിക്കും, പിന്നെ എണീക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ശരിക്കും ഈസിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ റെഡിയാക്കി വെക്കും. അത് ഡണ്ണായാൽ പിന്നെ നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫുൾ റിലാക്സ് ചെയ്തിട്ടിരിക്കാം. മോർ ദാൻ ദാറ്റ് നമുക്ക് സ്യൂട്ടാവുന്ന ഒരു റിതം ഫൈൻഡ് ചെയ്താൽ ഹോം മേക്കിംഗ് ലെസ് ടയറിങ് ആയിട്ട് തോന്നും. സോഷ്യൽ മീഡിയയിൽ പറയുന്നതോ ബാക്കിയുള്ളവർ ചെയ്യുന്നതോ ഒന്നുമല്ല. ജസ്റ്റ് വാട്ട് വർക്ക്സ് ഫോർ യുവർ ഓൺ എനർജി ആൻഡ് റൂട്ടീൻ.
ഡിന്നറൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മടിയുള്ളൊരു പാട്ടാണ് ഡിഷൊക്കെ വാഷ് ചെയ്ത് വെക്കൽ. ഒരു ക്വിക്ക് ക്ലീനിങ്ങും പിന്നെ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി വെക്കും. ഹോം മേക്കിംഗ് എപ്പോഴും ക്ലീനിങ്ങും കുക്കിങ്ങും മാത്രമല്ല, ഇറ്റ്സ് സോ മച്ച് മോർ ദാൻ ദാറ്റ്. ചില ഡേയ്സിൽ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകും പോലെ ഫീൽ ചെയ്യും. ബട്ട് പിന്നെ ഞാൻ നോട്ടീസ് ചെയ്യും ഓരോ ചെറിയ റുട്ടീൻസും നമ്മളെ ഡേ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന്. ഒരു ക്ലീൻ കോർണർ, ഒരു വാം മീൽ, അല്ലെങ്കിൽ ഒരു ക്വയറ്റ് മൂമെൻറ്റ്, ഇറ്റ് ഓൾ ആഡ്സ് അപ്പ്. എപ്പോഴും പെർഫെക്റ്റും എക്സൈറ്റിങ്ങും ഒന്നായിരിക്കില്ല, ബട്ട് ഇറ്റ്സ് റിയൽ. ആൻഡ് ഓവർ ടൈം ഞാൻ റിയലൈസ് ചെയ്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസും നമ്മളത് കെയർ ചെയ്യുന്ന വേയും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു റിതം ഉണ്ട്. ചില ഡേയ്സിൽ ഐ ഡു മോർ, ചില ഡേയ്സിൽ ലെസ്, ബട്ട് ഇൻ ദ എൻഡ് ഇറ്റ്സ് ദ ലവ് ബിഹൈൻഡ് ഇറ്റ് ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ തിങ്സ് റിപ്പീറ്റിംഗ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ദേ മേക്ക് എ ഡിഫറൻസ്. എല്ലാം പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾതാക്കിയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചില ഡേയ്സ് ഫുൾ മെസ്സി ആയിരിക്കും, ഫുഡൊക്കെ സൂപ്പർ സിമ്പിളായിരിക്കും, ബട്ട് ഓണസ്റ്റ്ലി ആസ് ലോങ് ആസ് ഇറ്റ് ഫീൽ പീസ്ഫുൾ, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. നേരത്തെ തന്നെ ഉറങ്ങുന്നതുകൊണ്ടും കിച്ചണിലെ പണികളൊക്കെ നേരത്തെ കഴിയുന്നതുകൊണ്ടും നൈറ്റിൽ എനിക്ക് കുറേ ടൈം കിട്ടും. 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആവും. ഇന്നത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടിയുണ്ട്. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. ലാസ്റ്റ് ഇയർ പോലെയല്ല, ഈ പ്രാവശ്യം കുറേ അധികം ബുക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബുക്സും എടുത്ത് വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഹാഫ് എത്തിയപ്പോഴത്തേക്ക് ഇന്ന് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നോട്ട്ബുക്സൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നോട്ട്ബുക്സൊക്കെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല, അഡ്ഹസീവ് റോള് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ബുക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പണിയും നല്ല ടൈമും എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കവർ ചെയ്തതിലൊക്കെ ഫുൾ ബബിൾസാണ്. ലാസ്റ്റേക്ക് ആകുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓരോ ബുക്ക് കവർ ചെയ്ത് വരുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മടുത്ത്. അങ്ങനെ ഹാഫിൽ വെച്ച് നിർത്തി, കുറച്ചിന്ന് കവർ ചെയ്തു, ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം വേണ്ടിയ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് എല്ലാം ഒന്ന് ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ റാപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാങ്ങിങ് ഔട്ട് വിത്ത് മീ. ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. Until next time, stay cozy and take care. Bye bye.